എല്ലാവർക്കും നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണ നിലയിൽ മനുഷ്യൻ്റെ നെഞ്ചിടിപ്പെന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ ശരാശരി 72 തവണയാണ്. ടെൻഷൻ കൂടി നിൽക്കുന്ന സമയത്ത് ഈ അളവിൽ നിന്ന് നല്ല രീതിയിലുള്ള വർധന ഉണ്ടായേക്കാം. ഈ പ്രശ്നം പരിഹരിച്ച് നെഞ്ചിടിപ്പിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നവയാണ് സുഖപൂരക പ്രാണായാമവും നാദാനുസന്ധാനവും. ഇവ രണ്ടും പരിശീലിക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം നമുക്ക് സുഖപൂരക പ്രാണായാമം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ഇരുകാലുകളും നീട്ടിവെച്ച് നട്ടെല്ല് നിവർന്നിരുന്നതിന് ശേഷം വലതുകാൽ മടക്കി ഇടത് കാൽത്തുടയുടെ മുകളിലും ഇടതുകാൽ മടക്കി വലത് കാൽത്തുടയുടെ മുകളിലായും കയറ്റി വയ്ക്കുക. ഈ നിലയിലിരിക്കുന്നതിനെ പത്മാസനം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾക്ക് സാധാരണ രീതിയിൽ ചമ്രം പണിഞ്ഞിരിക്കാം. അതിനെ സുഖാസനം എന്ന് പറയുന്നു. ഇനി ഇരു കൈകളും അതത് വശത്തെ കാൽമുട്ടുകളിൽ മലർത്തി വയ്ക്കുകയും ചൂണ്ടുവിരലും തള്ളവിരലും പരസ്പരം ചേർത്ത് പിടിക്കുകയും ചെയ്യുക. ചിന്മുദ്ര എന്നാണ് ഇങ്ങനെ കൈകൾ വെക്കുന്നതിനെ പറയുന്നത്. ഈ നിലയിൽ നട്ടെല്ല് നിവർന്നിരുന്നതിന് ശേഷം ഇരു കണ്ണുകളും അടച്ചു പിടിക്കുകയും വളരെ സാവധാനം മൂക്കിൻ്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ 7-8 തവണ പരിശീലിക്കാം. ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും പ്രാണായാമം പരിശീലിക്കുന്നതിൻ്റെ എണ്ണം കൂട്ടിക്കൂട്ടി ദിവസേന 15 എണ്ണം വരെ പരിശീലിക്കുന്നതിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക. ഈ രീതിയിലാണ് സുഖപൂരക പ്രാണായാമം നമ്മൾ പരിശീലിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നാദാനുസന്ധാനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. പത്മാസനം ഇരിക്കാൻ സാധിക്കുന്ന വ്യക്തികൾക്ക് ഈ രീതിയിൽ ഇരിക്കാവുന്നതാണ്. അതിനുശേഷം നട്ടെല്ല് നിവർന്നിരിക്കുകയും ഇരു കൈകളും ഉയർത്തിക്കൊണ്ടുവന്നതിന് ശേഷം തള്ളവിരലുകൾ കൊണ്ട് ചെവികൾ അടച്ചു പിടിക്കുകയും ചൂണ്ടുവിരലുകൾ കൊണ്ടുവന്ന് കണ്ണിന് മുകളിലായി വയ്ക്കുകയും നടുവിരലുകൾ ചേർത്ത് മൂക്കിന് മുകളിലായി വയ്ക്കുകയും മോതിര വിരലുകൾ ചുണ്ടിന് മുകളിലായി വയ്ക്കുകയും ചെറുവിരലുകൾ ചുണ്ടിന് താഴെയായി വയ്ക്കുകയും ചെയ്യുക. ഈ നിലയിൽ ഇരുന്നു കൊണ്ട് വളരെ സാവധാനം മൂക്കിൻ്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും മൂക്കിലൂടെ തന്നെ ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ്. വളരെ സാവധാനം മാത്രമായിരിക്കണം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടത്. ഈ രീതിയിലും 7-8 തവണ പരിശീലിക്കാവുന്നതാണ്. നമ്മൾ മുൻപേ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും ഓരോന്ന് വീതം ചെയ്യുന്നത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാവുന്നതാണ്. ഈ രീതിയിലാണ് നാദാനുസന്ധാനം നമ്മൾ പരിശീലിക്കുന്നത്. ഇവ രണ്ടും ദിവസേന പരിശീലിക്കുന്നത് മൂലം നെഞ്ചിടിപ്പിനെ നിയന്ത്രിച്ചു നിർത്തുന്നതിന് വളരെയധികം സഹായിക്കുന്നു. ഇവ ചെയ്തതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.